എല്ലാവർക്കും നമസ്തേ. നമ്മുടെ രാജ്യത്ത് സനാതനധർമ്മത്തെ അഥവാ ഹിന്ദുധർമ്മത്തെ, ഹിന്ദു സംസ്കൃതിയെ ഇല്ലാതാക്കുന്നതിനായിട്ടുള്ള പരിശ്രമങ്ങൾ വളരെയേറെ കാലം കൊണ്ട് നടന്നു വരുന്നതാണ്. അത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തായാലും മുഗളന്മാരുടെ ഭരണകാലത്തായാലും അതിനു മുമ്പുള്ള പറങ്കികളുടെ ഭരണകാലത്തായാലും അന്ന് തൊട്ടേ നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു കാര്യമാണ് സനാതന ധർമ്മത്തെ ഇല്ലാതാക്കി ആ ശ്രമിക്കുന്നവരുടെ സംസ്കാരം ഭാരതത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം. അത് അക്രമത്തിൽ കൂടിയായാലും ഒരു കയ്യിൽ ആയുധവും മറുകൈയിൽ ബൈബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഖുർആൻ എന്നിവ വഹിച്ചുകൊണ്ടായിരുന്നു നേരത്തെ നടന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് മറ്റൊരു രൂപത്തിൽ മാറിയിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, കോൺഗ്രസ്സുകാർ ഭാരതം ഭരിച്ചിരുന്ന സമയത്ത് അവർ ഭരണത്തിൻ്റെ തണലിൽ മുമ്പ് മുഗളന്മാരും ബ്രിട്ടീഷുകാരും എങ്ങനെയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്? കോൺഗ്രസിൻ്റെ കാലത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ഭാരതീയരായിട്ടുള്ളവരുടെ ഭരണത്തിൻ്റെ തണലിലായിരുന്നു ഹിന്ദു സംസ്കാരത്തിനെതിരെ, അതായത് ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് ഹിന്ദു സംസ്കാരത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ ഇപ്പോൾ ഭരണം മാറിയപ്പോൾ അവർ മറ്റ് രീതിയിൽ അവതരിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ മഹാക്ഷേത്രങ്ങളെ തകർക്കുക, അത് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് തകർക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇത് പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. കർണാടക, തമിഴ്നാട്, തെലങ്കാന, കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും വ്യാപകമായിരിക്കുന്നത്. അതിൻ്റെ നമ്മൾ കണ്ടതാണ് സിക്കന്ദർ മലയാണ്, അല്ലാതെ മുരുകൻ്റെ മല, സ്കന്ധൻ്റെ മലയല്ല എന്ന് പറഞ്ഞ ആ ക്ഷേത്രത്തിൽ കൽത്തൂണ്, തമിഴ്നാട്ടിൽ കൽവിളക്കിൽ വിളക്ക് കൊളുത്താൻ അനുവദിക്കാത്തതും ഇതേപോലെ നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇന്നൊരു വാർത്ത വന്നൊരു 100 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന് സമീപം വമ്പൻ പടുകൂറ്റനൊരു പള്ളി പണിയാൻ ഉള്ള നീക്കത്തെ ചെന്നൈയിൽ ഉള്ള മദ്രാസ് തമിഴ്നാട്ടിൽ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്ത കാര്യം നമ്മളിന്ന് വാർത്ത കണ്ടതാണ്. എന്ന് പറഞ്ഞതിൻ്റെ പോലെയായിരുന്നു നമ്മുടെ കർണാടകത്തിലെ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരായിട്ടുള്ള ഒരു വമ്പൻ നീക്കം നടന്നത്. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ഈ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം. ഇതിനെതിരെ അവിടെ നൂറുകണക്കിന് യുവതികൾ ഉൾപ്പെടെയുള്ളവരെ അവിടെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് അവിടുത്തെ ഒരു ശുചീകരണ തൊഴിലാളി ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിനെ തുടർന്നാണ് കേസുണ്ടായത്. അവിടെ എല്ലാം അരിച്ചു ഇറക്കി കുഴിച്ച് നോക്കിയിട്ടൊന്നും ഒരു തെളിവും കിട്ടിയില്ല. അങ്ങനെ ആ ക്ഷേത്രത്തിനെ, അതിൻ്റെ ആ ഒരു ട്രസ്റ്റിനെ എല്ലാം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായിട്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പിന്നിലും ഇതായിരുന്നു, ഈ ലോബികൾക്ക് ഇതിനെ തകർക്കുക, എങ്കിലേ അവർക്ക് അവരുടെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. 2 ദിവസം മുമ്പ് ആ ചിന്നയ്യ എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളി പറയുന്നു, ഇതിൻ്റെ പിന്നിൽ ഈ നമ്മുടെ ഒരു സിനിമാ താരം, കർണാടകക്കാരനാണ്, അയാൾ ബഹുഭാഷാ നടനാണ്, അയാളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നു. പ്രകാശ് രാജ്, ആ നടൻ്റെ പേരാണ് പ്രകാശ് രാജ്. അയാൾ പറയുന്നത്, അയാളൊരു ക്രിസ്ത്യൻ മതാനുയായിയാണ്, പക്ഷെ അയാൾ ആളുകളെ പറ്റിക്കാൻ പറയുന്നത് അയാൾ നിരീശ്വരവാദിയാണെന്ന് പറയുന്ന അയാളുടെ അമ്മ മരിച്ചപ്പോൾ മതാചാരപ്രകാരം തന്നെ പള്ളിയിൽ സംസ്കരിക്കുകയായിരുന്നു ഉണ്ടായത്. എന്നിട്ട് അയാൾ അതിന് പറയുന്ന കാരണം അത് അമ്മയുടെ ആഗ്രഹമായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാകാം അയാൾ ഈ നിരീശ്വരവാദി എന്നുള്ള ആ ഒരു വേഷമണിയുന്നത് ഹിന്ദുധർമ്മത്തിനെതിരെ പ്രവർത്തിക്കാൻ. കാരണം അയാൾ ഇസ്ലാം മതത്തിനെതിരെയോ അതിനകത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ക്രിസ്ത്യൻ മതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അയാൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല, പ്രതികരിച്ചിട്ടുമില്ല, എതിർത്ത് സംസാരിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ ഹിന്ദുക്കൾക്കെതിരെ, ഹിന്ദു ദേവതമാർക്കെതിരെ അയാൾ നിരന്തരം പ്രസ്താവനകളും അധിക്ഷേപങ്ങളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അയാളുടെ നേതൃത്വത്തിൽ അയാളാണ് ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിന് എതിരെ തെറ്റായ ഈ പ്രചരണം നടത്താൻ പ്രേരിപ്പിച്ചത് എന്നാണ് അവിടുത്തെ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്.
അതുമായി ബന്ധപ്പെട്ട് ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സംസ്ഥാന സർക്കാർ നേരത്തെ നടത്തിയതുപോലുള്ള ഊർജിതമായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള അന്വേഷണം നടത്തുന്നില്ലാണ് യാഥാർത്ഥ്യം. ആ വെളിപ്പെടുത്തൽ ഈ പ്രകാശ് രാജിനെ ചുറ്റിപ്പറ്റി അയാൾ ഈ എന്ത് വികാരത്താലാണ് അയാൾ ഇത് ഇങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിനെതിരെ ഇങ്ങനെ തെറ്റായ പ്രചരണം നടത്താൻ തയ്യാറായത്, ആ ക്ഷേത്രം തകർക്കാൻ തയ്യാറായത് എന്നുള്ളതിനെക്കുറിച്ചൊരു അന്വേഷണം ഇതുവരെ നടത്താൻ അവിടുത്തെ സർക്കാർ തയ്യാറായിട്ടില്ല. കാരണം അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസ് എക്കാലവും ഹിന്ദുക്കൾക്കെതിരായിട്ട് നിന്നിട്ടുള്ള അഖിലേന്ത്യാ തലത്തിൽ അങ്ങനെ നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമായതുകൊണ്ട് അവരുടെ ആ നിലപാട് അവർ സ്വീകരിക്കുന്നത്. അവർ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുധർമ്മത്തെ നശിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ, അതായത് ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളെ ഇവിടെ വളർത്തിക്കൊണ്ടുവരിക, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കർണാടക സർക്കാർ ഇത് അന്വേഷണം നടത്തും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. എന്നിരിക്കലും നമ്മൾ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ, ഹിന്ദുധർമ്മ വിശ്വാസികൾ നീതിക്കായി ശക്തമായി പോരാടേണ്ട സമയമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്നിടത്തെല്ലാം ശക്തമായ രീതിയിൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നിയമ സംവിധാനങ്ങളെ ഉപയോഗിച്ചാണ് ഇവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞിടത്ത് തിരുപ്പുറം കുണ്ടത്തിലെ ആ സ്കന്ധമലയിൽ അവിടെ കൽത്തൂണുകളിൽ വിളക്ക് കൊളുത്താൻ, കാർത്തിക ദീപം കൊളുത്തണം, അതിനനുവദിക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതി ഉത്തരവിട്ടു. അവരതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോയിട്ട് ഡിവിഷൻ ബെഞ്ച് അതിനനുകൂലമായിട്ട് ഇന്ന് സുപ്രീം കോടതി അനുവദിച്ചിട്ട് കൂടി ഈയിടയ്ക്ക് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ സർക്കാർ പറഞ്ഞിരിക്കുന്നത്, ഒരു ചാനൽ ചർച്ചയിലാണ് അതിൻ്റെ പ്രതിനിധി, എന്തായാലും ആ പാർട്ടിയുടെ വക്താവ് എന്ന് അല്ലെങ്കിൽ ഒരു മന്ത്രി പറയുന്നത്, ചാനൽ ചർച്ചയിൽ പറയുന്നത് ആ പാർട്ടിയുടെയും സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ്. അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് അവിടെ വിളക്ക് കൊളുത്താൻ, കാർത്തിക ദീപം തെളിക്കാൻ സർക്കാർ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം എന്താണ്? BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും അല്ലെങ്കിൽ NDA ഇതര സർക്കാരുകൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും ഹിന്ദു സമൂഹത്തിനും അവരുടെ ആരാധനാലയങ്ങൾക്കും സംരക്ഷണം കിട്ടുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇത് തെളിയിക്കുന്നത്. അതുതന്നെയാണ് ധർമ്മസ്ഥലയിലും കോൺഗ്രസ് ഭരണമാണ്. DK ശിവകുമാർ ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്. അതിന് മുമ്പ് വരെ ആരായിരുന്നു? സിദ്ധരാമയ്യയോ അത് ആയിരുന്നു. ഇപ്പോൾ മാറി DK ശിവകുമാർ വന്നു എന്ന് മാത്രം. അദ്ദേഹവും കോൺഗ്രസിൻ്റെ അതേ നയത്തിലാണ് മുന്നോട്ട് പോകുന്നത്, ഹിന്ദു സംസ്കാരത്തിനെതിരായിട്ട്. പേരുകൊണ്ട് ഇവന്മാരെല്ലാം ഹിന്ദുക്കളാണെങ്കിലും ഈ DK ശിവകുമാർ ഒരു അധികാരമോഹി ആയതോടുകൂടി പുള്ളി കോൺഗ്രസിൻ്റെ പാത സ്വീകരിക്കുകയാണുണ്ടായത്. ചെറുപ്പത്തിലും മറ്റോ RSSുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു എന്ന് പറയുന്നു. പക്ഷേ അധികാരത്തിന് വേണ്ടി നമ്മുടെ തെലങ്കാന മുഖ്യമന്ത്രിയുടെ കൂട്ട് കോൺഗ്രസിൻ്റെ നയം സ്വീകരിച്ച് അധികാരം ലഭിക്കാൻ വേണ്ടി അങ്ങനെ മാറുകയും ആ കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇവരെല്ലാം ഹിന്ദു സമൂഹത്തിനെതിരായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള DK ശിവകുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രകാശ് രാജിനെതിരായിട്ടൊരു ശക്തമായ അന്വേഷണം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തുകൊണ്ട് ചിന്നയ്യ എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്ത് അയാളെ വെച്ചിട്ട് അന്വേഷണം നടത്തിയ പോലീസ് പ്രകാശ് രാജിനെ അറസ്റ്റ് ചെയ്യാനോ അയാൾക്കെതിരെ നടപടിയെടുക്കാനോ അയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ തയ്യാറാകാത്തത്? അവർ ചെയ്യുകയില്ല. കാരണം പ്രകാശ് രാജ് എന്ന് പറയുന്ന ഒരു ചിന്നയ്യയെ പോലൊരാളല്ല. ഇങ്ങേരുടെ പിന്നിൽ അങ്ങേര് സിനിമാ താരമാണ്. തീർച്ചയായിട്ടും സിനിമാ താരങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കാൻ വളരെയേറെ ആൾക്കാർ കാണുന്നുള്ളത് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആരാധകരൊക്കെ. അങ്ങനെ അയാൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരണം ഈ മതം മാറ്റ ലോബിയുടെ ഭാഗമാണ് അയാൾ എന്നതുകൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മതമാറ്റ ലോബികൾക്ക് വേണ്ടിയാണ് അയാൾ ഇത്തരം
നമ്മുടെ ആ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. ഇത്തരക്കാരെ നമ്മൾ വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല. അവർക്കെതിരെ നിയമ നടപടികൾ ശക്തമാക്കണം. പോലീസ് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഹൈന്ദവ സംഘടനകൾ അയാൾക്കെതിരെ നിയമപരമായി നീങ്ങി അയാളെ ഈ ചെയ്ത പാതകങ്ങൾ എന്നേ നമുക്ക് പറയാകത്തുള്ളൂ. നമ്മുടെ ഒരു ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിച്ചു, ആ ക്ഷേത്രത്തിനെയും ആ ഒരു സമൂഹത്തെ ഈ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു, അവരെ കൊലയാളികളാക്കാൻ ശ്രമിച്ചു. ക്ഷേത്രത്തെ തന്നെ കൊലയാളി ഈ സ്ഥാനത്തേക്കാണ് ഈ പ്രകാശ് രാജ് എന്ന് പറയുന്ന കാപാലികൻ, ആ തെമ്മാടി, ഈ മനുഷ്യത്വഹീനൻ ആയിട്ടുള്ള മതം മാറ്റ ലോബിയുടെ പിണിയാൾ ശ്രമിച്ചത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. അങ്ങനെയുള്ളവർ നമ്മൾ വെറുതെ വിടാൻ പാടില്ല, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അത് പോലീസ് തയ്യാറായില്ലേ, ഭരണകൂടം പോലീസ് തയ്യാറായില്ലേ, കോടതിയിൽ പോകാൻ ഹിന്ദു സംഘടനകൾ തയ്യാറാകണം. അവനെ, ഈ പ്രകാശ് രാജ് എന്ന് പറയുന്നവനെ, ആ ഒരു കാപാലികനെ കോടതികൾ കയറി ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കണം. അവന് ഈ സിനിമാ താരമാണ്, ഓടി നടന്ന് അഭിനയിച്ച് ധനമുണ്ടാക്കുന്നു. ആ നമ്മുടെ ആൾക്കാർ ഇവൻ്റെ സിനിമ കണ്ട് ഇവൻ അതിനകത്ത് നിന്ന് ധനവാനാകുന്നു. ആ ഹിന്ദു സമൂഹത്തിൻ്റെ പണം മേടിച്ച് തന്നെയാണ് ഇവൻ ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. അവനെ അങ്ങനെ നമ്മൾ ഇങ്ങനെ വളരാൻ അനുവദിക്കാതെ അവൻ്റെ സിനിമകളെ നമ്മൾ ഹിന്ദു സമൂഹം ബഹിഷ്കരിക്കുമ്പോൾ തന്നെ അവനത് മനസ്സിലായിക്കൊള്ളും. ഒപ്പം തന്നെ കോടതികളെല്ലാം കയറി ഇറങ്ങാനുള്ള അവസരം ഉണ്ടാകും. അതാണ് ഇത്തരക്കാരുടെ ഇവരുടെ ധാർഷ്ട്യത്തെയും തെമ്മാടിത്തരത്തിനെയും ഇല്ലാതാക്കാനുള്ള പോംവഴി. മറുവഴിയൊന്നും നമ്മുടെ മുന്നിൽ നിയമപരമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ നിയമപരമായിട്ടുള്ള ഇത്തരം വഴികൾ തന്നെ സ്വീകരിച്ച് ഇത്തരക്കാരുടെ തെമ്മാടിത്തരം ഇല്ലാതാക്കുകയാണ് വേണ്ടത്. ഇത്തരക്കാരുടെ ആ ഒരു പ്രാധാന്യം തന്നെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കണം. അവനെയൊക്കെ ഒരു മൂലയ്ക്ക് ഇരുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കണം. അവനെയൊന്നും ആരും പരിഗണിക്കാത്ത, കണ്ടാലൊന്നും മിണ്ടാത്ത തരത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കാൻ ഉള്ള ശ്രമം നടത്തിയെങ്കിൽ മാത്രമേ ഭാവിയിലും ഇതുപോലുള്ള തെമ്മാടിത്തരം നടത്തുന്നതിൽ നിന്ന് ഇത്തരം വൃത്തികെട്ടവന്മാരെ തടയാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഹിന്ദു സമൂഹം മനസ്സിലാക്കേണ്ടത്. ഇനിയെങ്കിലും ഹിന്ദു സമൂഹം ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള അതിക്രമങ്ങൾ ധർമ്മത്തിനെതിരെയും ക്ഷേത്രങ്ങൾക്കെതിരെയും നടത്തും എന്നുള്ളത് മറന്നുകൂടാത്തതാണ്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.